നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കറിയാം മോളെ, എന്റെ മോക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. അമ്മക്കുട്ടിയായിരുന്നു എന്റെ മോള്. ശ്രീവിദ്യാമ്മയെ വാർത്തു വെച്ചതുപോലെ. ഈശ്വര, എല്ലാം സഹിക്കാൻ എന്റെ കുഞ്ഞിന് ശക്തി കൊടുക്കണേ. ഒരമ്മ പെറ്റതല്ലെങ്കിലും രാജീവിന് മോളെ ജീവനായിരുന്നു അമ്മയ്ക്കറിയാം. മോളെ, നീ എനിക്ക് ഇന്നു മുതൽ മരുമോളല്ല, സ്വന്തം മോളാ. അമ്മയില്ലാത്ത കുറവ് ദേ ഈ അമ്മ നികത്തും. അതിനാ അമ്മ ഇങ്ങോട്ട് വന്നത്. സാഗർ ഇന്നു മുതൽ നിന്റെ ഭർത്താവ് മാത്രമല്ല, ഏട്ടനും കൂടിയായിരിക്കും. അമ്മ ഇരിക്കെ, ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവിടെ തള്ളയോ ആങ്ങളെയും ചത്ത ദുഃഖത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ. എന്താ നിന്റെ അടുത്ത പ്ലാൻ? ക്ഷീരമുള്ള ഒരു അകിടിൻ ചൂട്ടിലും ചോറ് തന്നെ കൊതുകിന് കൗതുകം എന്നല്ലേ? ഹലോ, ഞാൻ അഡ്വക്കേറ്റ് ഭാസ്കരൻ പിള്ളയാ, രാജീവ് സാറിന്റെ വക്കീല്. പറയ് വക്കീലേ. എനിക്ക് രാഗയും ഭർത്താവ് സാഗറിനെ ഒന്ന് നേരിട്ട് കാണണം. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നേരിട്ട് കാണാം. വന്നോളൂ, ഞങ്ങൾ വീട്ടിലുണ്ടാവും. ഓക്കെ, താങ്ക് യു. അവള് വരുന്നുണ്ട്. മോളെ, ചില പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകളൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതാ, ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ തരാം, അതില് ഒപ്പിട്ടിങ് തന്നേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ വക്കീൽ നോക്കിക്കോളൂ. വേണ്ട, വൈകിട്ട് കുടുംബ വക്കീൽ വരും. സാഗരേട്ടനും ഇവിടെ കാണണം. നമ്മൾ രണ്ടുപേരോടും എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. അല്ല രാഗി, അത് എനിക്കൊരു തലവേദന പോലെ. ഞാനൊന്ന് വിശ്രമിക്കട്ടെ. അയ്യോ മോളെ, വയ്യെങ്കി അമ്മ ഹോസ്പിറ്റലിൽ വേണ്ട, ഒരു 5 മിനിറ്റ് കിടന്നാ മാറും. ആ ശരി, എങ്കി മോള് പോയി കിടന്നു. മോനെ, ഇത് നീ വിചാരിച്ച പോലെയല്ല. രാഖി ഒരുപാടങ്ങ് മാറിപ്പോയി. സൂക്ഷിക്കണം. ഇപ്പോഴേ ഇങ്ങനെ. അപ്പോ ആക്സിഡന്റ് കഥയുടെ പൊരുൾ അറിഞ്ഞാലോ? അത് കഴിഞ്ഞില്ലേ? ആക്സിഡന്റിന്റെ തെളിവുകളൊക്കെ കുഴിയിൽ കിടന്ന് അഴുകി തുടങ്ങിക്കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.